ഒരു ജനക്കൂട്ടത്തെ മുഴുവൻ നിങ്ങൾ വിളിച്ചു വെച്ചിട്ട് നിങ്ങൾ മാറിയിരുന്ന രഹസ്യം പറയുന്നത് കൊള്ളാം. ആശികേ, ഞാനാണെങ്കിൽ എന്റെ ഭാര്യയുടെ ഒരു കാര്യം പറയാനും വിചാരിച്ചു. അത് നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് ചായ കുടിക്കാം. എന്ത് പറയാൻ? എന്റെ ചെലവ് ചായ കുടിക്കണ്ടേ? അപ്പൊ കൂടെ വരുന്നോ? ഞാൻ അങ്ങനെ ഒരെണ്ണം ചായ കുടിക്കാനല്ലേ വന്നത്. ഇങ്ങോട്ട് വാങ്ങിക്കോട്ടു കുന്തുവ. നിന്റെ ഈ നാട്ടുകാരെ മൊത്തം വിളിച്ചോണ്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. രഹസ്യമായിട്ട് വരാനല്ലേ പറഞ്ഞു. അതിലെന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞാൻ വിളിച്ചോണ്ട് വന്നൊന്നുമല്ല, അവരെന്റെ കൂടെ വന്നതാ. കൂടെ വന്നു. ഇപ്പൊ എന്താ കാര്യം? പ്രശ്നം പറ. പ്രശ്നമാണല്ലേ? ഒരു പ്രശ്നമായിട്ടല്ല, ഒരു നിരാശ. ഇപ്പൊ എന്താ ടോമിന്റെ പ്രശ്നം? അത് പറ. കൊച്ചിന്റെ കാര്യം നമ്മൾ സംസാരിച്ചല്ലോ. ആ അത് ഞാനല്ലല്ലോ, ടോമാട്ടിലെ കുളമാക്കി. ഇതിനി പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഉച്ചക്കങ്ങ് ലീവ് എടുത്ത് വീട്ടിൽ പോയാലേ. എന്തിന് ചേട്ടാ? നാളെ മനുഷ്യൻ നിങ്ങക്ക് പറയാൻ. വൈകുന്നേരം നമ്മളെ വീട്ടിലോട്ടല്ലേ പോകുന്നത്, അപ്പൊ കാണാം. വൈകുന്നേരം വീട്ടിൽ പോയി അവരെല്ലാരും നമ്മൾ സംസാരിച്ച് സമയം പോകണം, അങ്ങോട്ട് ശരിയാവുന്നില്ല. നിങ്ങൾ കൈവിട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് വേണോ നിങ്ങൾ പറയുന്നത്? ചെറിയൊരു ഉമ്മ കളിക്കില്ല കൺട്രോൾ പോയി. അതുകൊണ്ടാണ് ഒരു കൊച്ചു ചെറിയൊരു എന്തോ നിങ്ങളുടെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കലെന്ന്. പിന്നെ ഉമ്മ വയ്ക്കാൻ പോയതാ? അതാണ് സത്യം. അല്ല ടോമ, ഞാൻ രണ്ടിടത്തിന്റെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. എന്തോ ബാക്കിയുള്ളവരൊക്കെ അവിടെ നിങ്ങൾ അവിടെ പോയി കിടക്കായിരുന്നു. എന്താ പ്രശ്നം? രണ്ടും കൂടെ അവിടെ കിടന്ന് അടിയായിരുന്നു. അടിയോ? പിന്നല്ലാതെ നമ്മളൊന്നും അറിയില്ല സാറേ. നമ്മള് ചായ കുടിച്ച് തളർന്നപ്പോ ജോലി ചെയ്യാന്ന് വിചാരിച്ചു. അല്ല, ചായ കുടിച്ച് നടന്നായി ജോലി ചെയ്തു. എന്തോ അല്ല, ജോലി തളർന്നപ്പോ ചായ കുടിക്കാന്ന് വിചാരിച്ചിട്ട് ഉപ്പിച്ചിട്ട് പോയി. ഓഫീസറിന് എത്ര നേരം അവിടെ ചായ കുടിക്കാൻ പോയി? പിന്നെ രണ്ടും കൂടെ അവിടെ കിടന്ന് അടിയായിരുന്നു. ഇവരെപ്പോഴും ഇങ്ങനെയാണ് സാറേ, എപ്പോഴും അടി ഉണ്ടായിക്കൊണ്ടു തന്നെ അല്ലേ? അല്ല സാർ, എന്തോ പ്രശ്നം തോന്നുന്നുണ്ട്. ക്യാൻറ്റീനിൽ വെച്ചിട്ടും വഴക്കുണ്ടായ പോലെ തോന്നി. പെട്ടെന്ന് ടോം ചേട്ടനോട് കൂട്ടി കണ്ടാ നിങ്ങൾ എന്റെ അടുത്ത് എന്തോ പറഞ്ഞത്? അടിയൊന്നും ഉണ്ടാക്കില്ല. അല്ല ബോസ്, സത്യത്തിൽ വേറെ ഒരു തെറ്റിദ്ധാരണ. നിങ്ങൾ അടി ഉണ്ടാക്കിയതല്ലേ അണ്ണ? എന്തോ ശബ്ദം കേട്ടല്ലോ. എന്തോ അല്ല, ഭാര്യയും ഭർത്താവൊക്കെ ആകുമ്പോ അടി ഉണ്ടായിക്കൂടെ സാറേ? നീ എവിടെങ്കിലും ഒരിടത്തേക്കാ. എന്തോ